ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ സഹോദരി, സഹോദരിയുടെ മോളുടെ മരണവാർത്ത അറിഞ്ഞു. എല്ലാം ദൈവകൽപിതമാണ്. സംഭവിക്കാനുള്ളത് സംഭവിച്ചല്ലേ തീരും. ആളറിയാതെയാണെങ്കിലും സഹോദരന്റെ നാവ് കൊണ്ട് സഹോദരിന്ന് വിളിച്ചു കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടായല്ലോ. അമ്മേ, 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 എന്തിനാ കരയുന്നേ? ആരോടാ ഫോണിൽ സംസാരിച്ചത്? അത് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളോടായിരുന്നു. വേണ്ടപ്പെട്ടയാളോ? അതാരാ ഞങ്ങളറിയാത്ത അമ്മയ്ക്ക് വേണ്ടപ്പെട്ടയാള്? എന്തിനാ ചന്ദ്ര കരയുന്നത്? എന്താ പ്രശ്നം? അമ്മ ആരോടോ ഫോണിൽ സംസാരിക്കായിരുന്നു. പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്ത് പൊട്ടിക്കരയുന്നതും കണ്ടു. ഫോൺ ചെയ്തത് ആരാണെന്ന് പറയുന്നുമില്ല. അത് മാധവേട്ടനോട് പറയേണ്ട ഒരു സ്വകാര്യ. ആയിക്കോട്ടെ, ഞാനായിട്ട് ഇതിനൊന്നും തടസ്സം നിൽക്കുന്നില്ല. ചന്ദ്രു, നീ ആകെ ക്ഷീണിതയാ. ഇങ്ങോട്ടിരിക്കെ. അല്പം വിശ്രമിച്ചിട്ടൊക്കെ കാര്യം പറഞ്ഞാ മതി. വന്നേ, വാ വാ. ചന്ദ്രു, എന്തിനാ കരയുന്നത്? ഇത് നഷ്ടപ്പെടലിന്റെ സങ്കടമല്ല, എന്തോ നേടിയെടുത്തതിന്റെ സങ്കടമാ. എന്താണെന്ന് പറഞ്ഞൂടെ നിനക്ക്? അതോ ഇനി ഞാൻ അറിയരുതെന്നുണ്ടോ? മാധവേട്ട, എന്റെ ഏട്ടൻ അശോകവർമ്മ എന്നെ സ്നേഹത്തോടെ സഹോദരി എന്ന് വിളിച്ചു. നിന്റെ സഹോദരൻ അശോകവർമ്മ നിന്നെ സഹോദരി എന്ന് വിളിച്ചെന്നോ? സ്നേഹത്തോടെ സംസാരിച്ചെന്നോ? ചന്ദ്രു, ഞാൻ എന്തായി കേൾക്കുന്നത്? അങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടാണോ നീ ഇങ്ങനെ സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നത്? സ്വപ്നമല്ല, യാഥാർത്ഥ്യം. സഹോദരി എന്ന് വിളിക്കാൻ മാത്രമല്ല, നമ്മുടെ മോള് വർഷം മരണപ്പെട്ടതിലുള്ള സങ്കടം പങ്കുവയ്ക്കുകയും ചെയ്തു. എന്ത് ഭ്രാന്തായി പറയുന്നത്? ഞാനത് വിശ്വസിക്കില്ല. മാനത്തെ കൊട്ടാ